ശരിക്കടാ നമ്മുടെ കേരളം ഭയങ്കര സംഭവമല്ലേ? നീ അതെല്ലാം പറിച്ചു കളയോ? മനോഹാരിത കേരളത്തിന്റെ മനോഹാരിത ഏത് സംസ്ഥാനം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം തന്നെയല്ലേ ശരിക്കും? എന്തൊരു മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ മനോഹാരിത ഇപ്പൊ കണ്ടല്ലോ നീ. റോഡ് മുഴുവനും കുഴിയാണ്. നീ അവനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേരളം ശരിയല്ല. കേരളത്തിന്റെ ഭരണം ശരിയല്ല. റോഡുകൾ ശരിയല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ? ഈ പ്രശ്നമൊക്കെ ഇത് എങ്ങനെ പരിഹരിക്കും ആലോചിച്ചിട്ട് എനിക്ക് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ നീ ആര്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേടാ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവൂടാ. ഞാനാവും. കാണോ എനിക്ക്? അങ്ങനെ കണ്ടോ? എന്ത് മനോഹരമായ പ്രകൃതി ഭംഗി! സമ്മതിക്കണം, ഈ മനോഹാരിത ആസ്വദിക്കാൻ ഒരു 5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. സാറേ, ഇത് ആലപ്പുഴയിൽ നമുക്ക് ജനസമ്പർക്ക പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. അറിയാം, പക്ഷെ ഞാൻ ഈ പ്രകൃതി സുന്ദരമായ ഈ സന്ദർഭത്തിൽ എല്ലാം മറന്നുപോയി. പക്ഷെ പരാതി സ്വീകരിച്ചില്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഇനിയും ഭരിക്കാനുള്ള 5 വർഷം കൂടി വേണ്ട. ഓക്കെ, നടക്കട്ടെ. ഓക്കെ സാറേ, കുന്തം പോലെ നിൽക്കണ്ട് പോടോ. ദിവാകര, നമ്മുടെ ആളുകളൊക്കെ വിളിച്ചു. അല്ല സാറേ, ആളുകളൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. പരാതിക്കാര് ഒരുപാട് പേരാണ് വന്നിരിക്കുന്നത്. പരാതിക്കാരാണല്ലോ വോട്ടർമാരെക്കാട്ടും കൂടുതൽ നമ്മുടെ കേരളത്തിൽ. വിളിക്ക്. ഓക്കെ, എന്തായാലും ഓരോരുത്തരും വിളിക്കാം അല്ലേ? പേനയുണ്ടോ? ഞാൻ പേന റെഡിയാക്കി. ഒരു പേന പോലെ എടുക്കാതെ. അല്ല സോറി സാറേ, ഞാൻ പേന കൊണ്ടുപോകണം. സാറേ, ഈ പരാതിക്കാരെ വിളിക്കാറായോ? ഈ പരാതി കഴിഞ്ഞ തവണ കിട്ടിയ പരിപാടി പരാതി ഒന്നും കഴിഞ്ഞ തവണ 5 ലക്ഷം പരാതി മൊത്തം ഉണ്ടായിരുന്നു. നമ്മൾ ആകെ പരിഹരിച്ചത് 1000 പേരുടെ പരാതിയാണ് 5 ലക്ഷത്തിൽ. ബാക്കി 4 ലക്ഷത്തിൽ ഉറക്കെ പറയല്ലേ, ആളുകൾ കേൾക്കും. അപ്പൊ സാറേ, ആദ്യത്തെ പരാതിക്കാരനെ വിളിച്ചോട്ടെ. അപ്പൊ ആദ്യത്തെ പരാതിക്കാരെ നമ്മള് ടോക്കൺ തന്നതനുസരിച്ചുള്ള പരാതി കൊണ്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് നമ്പർ വന്നോളൂ. എന്താ പേര്? രാജു പേര്. അതാണോ പരാതി? പരാതി അതല്ല സാറേ, ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ ഭയങ്കര പട്ടിശല്യമാണ്. നാട്ടിൽ ഭയങ്കര പട്ടിശല്യമാണ്. എന്റെ നാട് ഇവിടെ അടുത്ത നാടിന് പേരില്ലേ? നാടിന് പേരുണ്ട്. ഇവിടെ അടുത്തെന്ന് പറയുമ്പോ ഇവിടെ മരടായിട്ട് വരും. മരട് പോലും അറിയില്ല സാറേ. പറഞ്ഞോളൂ. നാടും വീടും ഒന്നും അറിയാതെ നടന്ന പട്ടിയല്ല ആന വരെ ഒന്ന് കുത്തു. സുഹൃത്തെ പറഞ്ഞു. എന്നെ പട്ടി കടിച്ചു, എന്റെ ഭാര്യയെ പട്ടി കടിച്ചു, എന്റെ അമ്മയെ പട്ടി കടിച്ചു. അമ്മൂമ്മയെ പട്ടി കടിച്ചു? അമ്മൂമ്മയെ പട്ടി കടിച്ചില്ല. ഇവർ 2 പേര് ഹോസ്പിറ്റലാണ്. അപ്പൊ 3 പേരെ പട്ടി കടിച്ചോണ്ട് ഒരു വീട്ടിൽ 3 പേരെ പട്ടി കടിച്ചു. അപ്പൊ അത് തന്നെയല്ല, ഈ പുക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ. അപ്പൊ എന്റെ പുക്കിൾ ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തു. ഭാര്യയുടെ അമ്മയുടെ പുക്കിൾ ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കണം. നിങ്ങള് പൊക്കിള് കാണണം, എന്നാലേ അത് ചെയ്യാൻ. പൊക്കിള് കണ്ടല്ലോ, വൈഫ് വല്ലതും വന്നിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. അത് എന്ന് പറഞ്ഞാല് സാറേ, ഇപ്പൊ ഒരു വീട്ടിൽ അറിയണമല്ലോ. അല്ല, ഒരു വീട്ടിൽ 3 പേരുടെ പൊക്കിലിനാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത്. 3 പൊക്കിളിന് നമ്മൾ ഒരു പൊക്കിലിന് 2500 രൂപയല്ലേ പട്ടി കടിച്ചതിന് കൊടുക്കുന്നത്. അപ്പൊ 3 2 7500. അപ്പൊ അതെ, ഒരു ദിവാകര, പട്ടിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? പട്ടിയുടെ ഫോൺ നമ്പർ? അയ്യോ, എന്നെ പട്ടി കടിക്കാൻ ഫോൺ നമ്പർ ചോദിക്കാം. ഞാൻ പറഞ്ഞു വരികയാണ്, നമ്മള് ഒരു പട്ടി കടിക്കാൻ വന്നാലും എന്റെ ഫോൺ നമ്പർ ചോദിച്ചു വെക്കണം. അതിന്റെ ഉടമസ്ഥന്റെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചു വെക്കേണ്ടത്. ഞാൻ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഫോൺ നമ്പർ ഞാൻ വാങ്ങിക്കാം. കുഴപ്പമില്ല. എനിക്കൊരു പെൻഷൻ കൂടെ സാറ് തരുവാണെങ്കിൽ പണിക്കൊന്നും പോകാൻ പട്ടിയല്ല കടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഇയൊക്കെ ഒരു 7500 രൂപയുടെ ചെക്ക് എഴുതിക്കും. ആ 7500 രൂപ ചെക്ക് എഴുതിയിട്ടുണ്ട്. സാറിന്റെ കാര്യത്തോട്ട് വന്നിട്ട് പോ. ദൈവം രക്ഷിക്കും. നിങ്ങൾ രണ്ടുപേര് സാറേ, എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. പോകുന്ന വഴിക്ക് പട്ടിയൊക്കെ സൂക്ഷിച്ചോ. ഇനി പട്ടി കടിച്ചെന്ന് പറഞ്ഞ് വരരുത്. പട്ടി കടിച്ചെന്ന് വന്നു കഴിഞ്ഞാല് പട്ടിയെ കടിക്കുന്നു കേട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ, പോയിക്കോളൂ.
ഈ മനേക ഗാന്ധിയാണല്ലോ നമ്മ ഈ പട്ടി പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടിനെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അവിടെ ഡൽഹിയിലാണെങ്കിൽ പട്ടിയും കുറവാണ്. അടുത്ത പരാതിക്കാരൻ, പരാതി നമ്പർ 2. സാറേ നമസ്കാരം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇതാണോ പരാതി? എന്താ പേര്? എന്റെ പേരോ രമണി. രമണി, നല്ല പേര് കേട്ടോ. സാറേ വായിച്ചോട്ടെ. സാറേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ എന്റെ ഭർത്താവിന്റെ പേര് വാസു എന്നാണ്. സമീപ പ്രദേശങ്ങളിൽ വൈകുന്നേരം അദ്ദേഹത്തെ പെഗ് വാസു എന്ന് വിളിക്കാറുണ്ട്. പതിവായിട്ട് കൂട്ടുകാരുമൊത്ത് ബാറിൽ പോയി പെഗ് അടിക്കുന്ന ശീലം എന്റെ ഭർത്താവിനുണ്ട്. സാറിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബാറുകൾ നിർത്തലാക്കി. ഇപ്പോൾ എന്റെ ഭർത്താവും കൂട്ടുകാരും ഡെയിലി പെഗ് അടിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ചായതിനാൽ അയൽക്കൂട്ടം മെമ്പർമാരായ സുമരാധ, രമണി, ഗായത്രി തുടങ്ങിയവരാരും ഇപ്പോൾ കമ്മിറ്റിക്ക് വിളിച്ചാൽ വീട്ടിൽ വരികയില്ല. അതുകൊണ്ട് സാർ പൂട്ടിയിട്ട ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിച്ച് എന്റെ ഭർത്താവായ വാസുവിന്റെ പെഗ്ഗടി ബാറിൽ തന്നെ ആക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു അഭ്യർത്ഥനയാണ്, നല്ലൊരു പരാതിയാണ്, തെറ്റില്ല. പക്ഷെ എന്റെ പൊന്നു പെങ്ങളെ, ഇത് ഇനിയിപ്പോ തൽക്കാലം വാസുവിനോട് ഈ ബിയറും വൈനും വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം. കാരണം ഈ ബാറ് തുറക്കുന്ന കാര്യം എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അപ്പൊ സാറ് ബാറ് തുറക്കില്ലേ? അല്ല, ബാറ് തുറക്കാൻ എന്നെ കൊണ്ട് കൈവിട്ടു പോയി. ഈ സുമയുടെയും രാധയുടെയും ഗായത്രിയുടെയും നമ്പർ ഒന്ന് വാങ്ങിച്ചു. ഞാൻ ഇന്ന് രാത്രി തന്നെ അവരെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാം. ഇല്ല, ഞാൻ വിളിച്ചു. എനിക്ക് അവരുടെ നമ്പർ ഇല്ല കയ്യില്. അത് വാങ്ങിച്ചോളൂ. ഞാൻ വന്നോളാം. രമണിയുടെ നമ്പർ ഉണ്ടല്ലോ, അതെനിക്ക് രമണി പോയിക്കോ. ബാറ് തുറക്കാൻ വേണ്ടി പറയുന്ന ആദ്യത്തെ സ്ത്രീയാണ്. ബാർ അടക്കാൻ പറഞ്ഞ ഈ പെണ്ണുങ്ങൾ തന്നെ, അവർ തന്നെ ഇപ്പൊ ബാറ് തുറക്കാൻ തുറക്കാൻ ഞാൻ എന്താണോ? അല്ല സാറ് ഇമോഷണൽ അല്ലേ? കാരണം നമ്മുടെ ജനസമ്പർക്ക പരിപാടിയിലാണ് ഇപ്പൊ സാറ് പിടിച്ച് നിൽക്കുന്നത്. ഇനി സാറ് ചൂടായിട്ട് അതും കൂടി കളയരുത്. എനിക്ക് അത്ര പറയാൻ വെള്ളം വേണ്ട, വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അടുത്ത പരാതിക്കാര് വരൂ. പരാതി പേര് ഷിബു. സാറേ, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 5 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്താ പഠിച്ചത്? ഞാൻ ബിടെക് പഠിച്ചിട്ടുണ്ടായിരുന്നു സാറേ. എന്നിട്ട് പഠനം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ലോൺ ഒന്ന് തള്ളിക്കളയണം സാറേ. ഇങ്ങോട്ട് തള്ളിക്കേറി വരല്ലേ? അവിടെ തള്ളിക്കളയണം അല്ലേ? എല്ലാരും കൂടെ തള്ളിക്കേറി എനിക്ക് കൂടെ ഇരിക്കാൻ പറ്റൂല കേട്ടോ. ഈ ചില കുട്ടികൾക്ക് സംഭവിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ വായ്പ കൊടുക്കും, പക്ഷെ അവർക്ക് ജോലി കിട്ടാതാകുമ്പോൾ അടക്കാൻ 5 ലക്ഷം രൂപ എടുത്തിട്ട് ഇതുവരെ അടക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ ഒരു 10-20,000 രൂപ. 4,80,000 ഓക്കെ ഉണ്ട്. വന്നേ മോനെ, അത് എന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ പല പല ലോണുകളും പ്രശ്നങ്ങളും എങ്ങനെ തള്ളിക്കളയെന്നും പറഞ്ഞ് ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അതിനിടയ്ക്ക് പുതിയ ഒരു തള്ളൽ ഞാൻ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും മോന്, ഒരു വർഷം കഴിഞ്ഞിട്ട് വാ. അല്ല സാറേ, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോ സാറ് തന്നെയാ ഭരണത്തിൽ ഉണ്ടാവുക. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു വർഷം കഴിഞ്ഞിട്ട് വരാം. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ വലിയ കഷ്ടമാട്ടോ സാറേ. സാറിന്റെ ഇമേജ് എന്ന് പറഞ്ഞ ഈ സമ്പർക്ക പരിപാടി തന്നെയാണ്. ബുദ്ധിമുട്ടിയാലും നിർത്തിക്കളരുതട്ടാ. വിളിക്കും. വെള്ളമൊന്നും വേണ്ട. അടുത്ത പരാതി. ഓം ശാന്തി. ഓം ശാന്തി. എന്താ വേണ്ടത്? ഓംപ്ലേറ്റ് ഒരെണ്ണം കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഓംപ്ലേറ്റാ? പരാതി മുഖ്യമന്ത്രി സാറായിരിക്കും. സോറി, ഞാൻ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ടല്ലോ കാര്യം. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തെ നെയ്യപ്പം തിന്നാം, രണ്ടാമത്തെ നെയ്യപ്പം തിന്നാം, അങ്ങനെയൊക്കെ തിന്നാം. മനസ്സിലായില്ലല്ലോ. നമ്മൾ കുക്കുടാനന്ദ ഗുരുഹുരാനന്ദ തിരുവിടാനന്ദ സ്വാമികൾ. സ്വാമിയാണ് പേര് പറയണ്ട. മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാ. എന്തൊക്കെയാ? ആകാശത്തിൽ നിന്ന് ഞാൻ ആപ്പിൾ ഉണ്ടാക്കും, വരുത്തിക്കും, അന്തരീക്ഷത്തിൽ ഭസ്മം വരുത്തിക്കും, പിന്നെ പല പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വരുത്തിക്കും. ഒരു മാസം മുതൽ ചായ ഇളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പഞ്ചസാര തീർന്നു പോയി. ഞാൻ പ്രകടനം വരുത്തിച്ചു സന്തോഷം വരുത്തിച്ചു. ആണല്ലേ? അത് സ്വാമിജിയുടെ ഞങ്ങൾക്ക് സ്വാമിജിയുടെ ആവശ്യമുണ്ട്. സ്വാമിജിയുടെ നമ്പർ ഒന്ന് വാങ്ങിക്കും. സ്വാമിജിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചെയ്യും. അല്ല, എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് വന്നാ. എന്താണ് പറഞ്ഞത്? വേറൊന്നുമല്ല, നമ്മള് ആശ്രമം നടത്തിയിരുന്നത് ഒരു വാടക വീട്ടിലായിരുന്നല്ലോ. അവര് വാടക ചോദിച്ചു, ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അവരപ്പ അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു. അതിന് സങ്കടമുണ്ട്. അല്ല, എന്താ സംഭവം? വാടക ചോദിച്ചു, പറഞ്ഞു വിട്ടു. ഇപ്പൊ എനിക്ക് ആശ്രമമില്ല, എന്റെ എല്ലാ ശ്രമവും പഴയ വീട്ടിലും കയറ്റുന്നില്ല. എനിക്കൊരു ആശ്രമം കെട്ടാനുള്ള ഒരു ലോൺ വരും. സ്വാമിജി വന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ആപ്പിള്, മുന്തിരി, ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് പഞ്ചസാര എല്ലാം വരും. എന്നാ പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ആശ്രമം കൂടി വർത്തിച്ചു. അതല്ലേ നല്ലത്? അത് ശരിയാണല്ലേ? പിന്നല്ലാതെ ഞാൻ മറന്നു. ഇനി ആശ്രമം ഒരു കാര്യം പറഞ്ഞു. വെള്ളം എന്തെങ്കിലും എടുക്കണോ? ഒന്ന് താൻ കുറെ നേരമല്ലോ ചോദിക്കണം വെള്ളം എടുക്കാൻ. വെള്ളം എടുത്തോ? വെള്ളം അല്ല, വെള്ളം ഇപ്പൊ എടുക്കാൻ പറ്റൂല. പറ്റാത്ത കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കരുത് കേട്ടോ. അടുത്ത പരാതിക്കാര് സാറേ, സമയം ഇപ്പൊ വെള്ളത്തിന് പരാതി. വെള്ളത്തിൽ ആലപ്പുഴ അപ്പുറത്തൊന്നും എന്റെ പൊന്നെ കോട്ടയത്ത് വന്നു, പല സ്ഥലത്തും വന്നിട്ട് ഒരു രക്ഷയില്ല സാറേ. എന്റെ പൊന്നെ പരാതി പറയാൻ വേണ്ടി പെട്ട പാടെനിക്ക് വലിച്ചേറ്റ 93 കിലോ മതി. കയറി വരാം. പിടിക്കണോ? പിടിക്ക ഞാൻ കേറാം. സാറേ, സീരിയസ് ആയിട്ടുള്ള പരാതിയാണ് തോന്നുന്നത്. അതാണ് മീൻ വന്നത്. എന്റെ പൊന്നു സാറേ, സാറിനെ കാണാൻ എവിടെയൊക്കെ വന്നു. ഇതെന്താണ് വെള്ളത്തിന് ഒരു പരാതി? ഞാൻ ആലപ്പുഴയിൽ നിന്ന് നീന്തി വരുവാ, ഈ കാല് വഴി നീന്തി വരുവാ. എല്ലാ ഇത് പരാതിയാണോ? അത് ഈശ്വര, ഇതെന്ത് പരാതി? ഇത് ഇവിടെ പരാതി ചൂടോടി കൊണ്ടുപോകാൻ നനഞ്ഞു പോയി. എന്താ പറയാ? ഞാനും എന്റെ കൊച്ചും കൂടെ ആലപ്പുഴ മുഴുവൻ വെള്ളം, എന്റെ വീട് മൊത്തം വെള്ളം നനഞ്ഞു പോയി. നനഞ്ഞു പോയി സാറേ. ഞങ്ങളുടെ വീടുകൾ ഇങ്ങനെ വിളിച്ച് പല സ്ഥലത്തും പരാതി അടക്കിട്ട് ആരും സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണ് ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രി വരുമെന്ന് അറിഞ്ഞ് വന്നതാണ് ആലപ്പുഴ. അതുകൊണ്ട് ഞങ്ങളുടെ വീട് മൊത്തം നനഞ്ഞ് ഒലിച്ച് മൊത്തം ഞങ്ങൾ ആകെപ്പാടെ മുറ്റത്തൊക്കെ വെള്ളമാണ്, മൊത്തം വെള്ളം. വീട് മുഴുവൻ വെള്ളം. വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ വെള്ളം വീണ് കറി വെള്ളം വീണ് കഴിക്കാൻ പറ്റില്ല. ചിക്കൻ ഫ്രൈയിൽ വെള്ളം വീണ് കഴിക്കാൻ പറ്റില്ല. എന്റെ കൊച്ചുണ്ടോ 2 ദിവസം ആഹാരം കഴിച്ചിട്ട്. ഈ കുട്ടനാടാണല്ലോ നമ്മള് താറാവിന് താറാവ്. ശരി. അപ്പൊ ഇത് എല്ലാം വെള്ളം കയറി സാറേ. അപ്പൊ ഇവരുടെ പരാതി നീന്തി വരാനുള്ള കാരണം എന്താണ്? അവിടെ മൊത്തം വെള്ളമാണ്. അറിയിക്കാൻ വേണ്ടി അറിയിക്കണം, നേരിട്ടൊന്ന് അറിയിക്കണം. ഓ, അത് ശരി. കൊള്ളാം. ഇയാൾക്ക് പനി വരുന്നതിന് മുമ്പ് പരാതി തീർത്തേക്കാം. പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന് തക്കതായിട്ടുള്ള എന്റെ ഭാഗത്തുനിന്ന് തക്കതായിട്ടുള്ള ഒരു നടപടി എടുക്കണം. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, ഒരു ചെക്ക് എഴുതി കൊടുത്തേക്കാം കേട്ടോ. 20 ലക്ഷത്തിന്റെ അല്ല, അത് 25,000 രൂപ. ഇതെന്തിനാന്നറിയോ? ഇവർക്ക് ഉടനെ തന്നെ അടിയന്തരമായിട്ട് ഒരു വള്ളം വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. വള്ളത്തിനുള്ള ചെക്കാണ് എഴുതിയേക്കണം. ഹാപ്പി ആയില്ലേ? വെള്ളമുള്ളു, വീട് കംപ്ലീറ്റ് വെള്ളമല്ലേ. അപ്പൊ വീട് പണിയേണ്ട കാര്യമില്ല, ഒരു വള്ളം വാങ്ങിച്ചാൽ മതി. എല്ലാ മുറിയിലും തുഴഞ്ഞു നടക്കാം കേട്ടോ. ഹാപ്പി ആയില്ലേ? എന്നാ പൊക്കോ. എന്റെ പൊന്നു, സാറേ, ഇപ്പൊ ഇതുവരെയുള്ള പരാതിയിൽ നമുക്ക് ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപയോളം ആയിട്ടുള്ളൂ. ഇനിയും നമ്മുടെ ഇതുണ്ടല്ലോ, സഹായ നിധിയിൽ ഇനിയും കിടക്കും. അതൊക്കെ അവിടെ കിടക്കട്ടെ. താനും പരാതി. അടുത്ത പരാതി. എന്താ കുഞ്ഞുമോളുടെ പരാതി? കുട്ടി കുഴപ്പമൊന്നുമില്ല. കുട്ടി സാറിന്റെ ഭയങ്കര ആരാധികയാണ്.
അത് കൊള്ളാം. എന്റെ ആരാധിക നല്ല മിടിക്കാട്ടോ. സാറിന്റെ പോലെ മുടി ചെയ്യാൻ കൂടി സമ്മതിക്കൂല. ഉമ്മൻചാണ്ടി സാറ് മുടി ചെയ്യൂല, അതുപോലെയാണ്. അതുപോലെ അത് കൊള്ളാം. മിടുക്കി മിടുക്കി. ഭക്ഷണമൊക്കെ കഴിക്കൂ? ഭക്ഷണം കഴിക്കുമ്പോഴും സാറിന്റെ പോലെ തന്നെയാണ്. ബഹുദൂരം എന്ന് പറഞ്ഞോളാണ്. പെട്ടെന്ന് പിന്നെ സാർ ഇപ്പൊ പറഞ്ഞു വരുമ്പോണ്ടല്ലോ, എന്റെ സാറിനെ പോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ്. സാറിന്റെ പ്രോഗ്രാം എല്ലാം സ്ഥിരമായിട്ട് കാണും. സാറ് നടക്കുന്ന പോലെ അതിവേഗം ബഹുദൂരം ഓടിക്കളിക്കും. മോളുടെ പേരെന്താ? ഐറിൻ ബിബിൻ. കൊള്ളാം കേട്ടോ, നല്ല അയ്യം വിജയനല്ല, ഐലിൻ ബിബിൻ. കൊള്ളാം, നല്ലത്. സാറിനോടുള്ള ആരാധന കൊണ്ട് മോള് ചെയ്യും. എന്റെ ദൈവമേ, ഞാന് എല്ലാവരും നടത്തൂര്, എല്ലാവരും എടുത്തൂര്. ഞാന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത്രയും എന്നെ ഒരു മന്ത്രി എന്ന എന്നെ നെഞ്ചിലേറ്റിയ ഒരു കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ വേണം. കണ്ടോ, ഇങ്ങനെ വേണം കുഞ്ഞുങ്ങളായാല് നമ്മൾ നെഞ്ചിലേറ്റണം. ഒരു നേതാവിനെ നെഞ്ചിലേറ്റണം. കേട്ടോ, എന്നോടുള്ള സ്നേഹം ആ കുഞ്ഞിന്റെ മനസ്സിൽ അതുപോലെ എല്ലാവരും വേണം. കേട്ടോ. ഓക്കെ സാറേ, അപ്പൊ ഇന്നത്തെ പരാതി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പറയാനുണ്ടോ മോക്ക്? എന്താണ് പറയാനുള്ളത്? സാറിന് ഒരു പടവും കൂടി കാണിക്കാനുണ്ട്. എന്റെ വേറെ പോസായിരിക്കും.